ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മുരിങ്ങയില വെച്ച് അതീവ രുചികരമായ ഒരു ഐറ്റമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമുക്കറിയാം മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഡെയിലി ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് ഈ മുരിങ്ങയില. അപ്പം മുരിങ്ങയില 2 പിടിയെടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് ഉണങ്ങി എടുക്കണം. എന്നിട്ട് ഒരു പാനിലേക്കിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം. വെള്ളമയം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ മുരിങ്ങയില ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പം കണ്ടോ, നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കിലുകിലാന്നുള്ളൊരു സൗണ്ട് കിട്ടും. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ, ഞെരടി നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരുന്നതാണ് പരുവ്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് ആക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത പാനിലേക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകും കൂടെ നമുക്ക് ചേർത്തെടുക്കാം. ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ. ഉഴുന്നിൻ്റെ കളറൊന്ന് ചെറുതായി മാറി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴത്തേക്ക് നമുക്കത് മാറ്റാം. നമ്മൾ ആദ്യം മുരിങ്ങയില വറുത്ത് വെച്ചതിലേക്ക് നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും നമ്മളൊട്ടും എണ്ണമയം ഇല്ലാതെയാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എള്ള്, വെളുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എള്ളും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ശരീരത്തിന് വളരെ നല്ലതാണ് എള്ള്. എള്ള് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. എള്ള് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചുരുണ്ടിയത് ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരുപാട് മൂത്ത് പോകാതെ ഈ തേങ്ങയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്ക്, വെള്ളമയെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്കിതിനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് എരിവിനാവശ്യമായ മുളക് പൊടി, ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അല്പം ചൂടാറുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക്, നമുക്ക് ഉണങ്ങിയ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുരിങ്ങയില, ഉഴുന്ന് എല്ലാം വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം വാളൻ പുളിയും ഇതിനാവശ്യമായ ഉപ്പുപൊടി കൂടെ ചേർത്ത് മിക്സി ബൗളിൽ നമുക്ക് തരിതരിപ്പായിട്ടിത് പൊടിച്ചെടുക്കാം. ഭസ്മം പോലെ പൊടിയേണ്ട, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉണങ്ങിയ ബൗളിൽ സൂക്ഷിക്കാം. ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡലിക്കും ഒക്കെ നല്ലതാണ് ഈ ചട്നിപ്പൊടി. ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.